എങ്ങനെയാണ് അശോക് സാർ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ നിന്ന് പോകാനുള്ള കാരണവും അലുവയിൽ നിന്ന് ആലുവ മണൽപ്പുറമൊക്കെ വിട്ട് ഗൾഫിലേക്ക് പോകാനുള്ള കാരണം ഒരു സ്വന്തമായിട്ട് കയ്യിൽ കാശ് ഉണ്ടാക്കണം, സ്വന്തമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മൊത്തം ഇങ്ങനെ പോയതാ ഗൾഫിലേക്ക്. ഗൾഫില് പിന്നെ എവിടെയാ പോയത്? ഞാൻ പോയത് സൗദിയിലേക്കാണ്, ഡയറക്റ്റ് റിയാദ് തന്നെ. ഏത് ഇയറിലാ? അത് 83-84 കാലഘട്ടത്തിലാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നു 5 സ്റ്റാർ ഹോട്ടലിൽ ഡ്രൈവറായിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഇവിടുന്ന് എനിക്കറിയാവുന്ന ഡ്രൈവറാണ്. ഞാൻ ഇവിടെ പോണതിന് മുമ്പ് ഡ്രൈവറായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ചെന്നപ്പോൾ ഡ്രൈവർ കിട്ടിയില്ല. ഹൗസ് കീപ്പിംഗിൽ ഇട്ടിട്ട് റൂം ക്ലീനിങ്ങിൽ ഇട്ട് ഒരു 6 മാസം റൂം ക്ലീനിങ് ഡ്രൈവർ വിസയിലാണ് പോയത്. അപ്പോൾ കമ്പനിയിൽ നിന്ന് ഡ്രൈവർ പറയണ്ട, അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. 6 മാസം കഴിഞ്ഞിട്ടാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഹൗസ് കീപ്പിംഗ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹൗസ് കീപ്പിംഗിൽ ചെയ്തു. പണി കുറച്ച് ഹാർഡായിരുന്നു. അങ്ങനെ അവിടുന്ന് ക്രോസ് ട്രെയിനിങ് ചെയ്ത് വെയിറ്ററായിട്ട് ലോബി ബാറിലേക്ക് മാറി. പിന്നെ അവിടുന്ന് കാറ്ററിങ്ങിലും ഒക്കെ ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ട് അങ്ങനെ 15 വർഷത്തോളം മരിയട്ടി തന്നെ. അവിടെ നിങ്ങൾ ഒരേ ഹോട്ടലിൽ വന്നു? ഞങ്ങൾ ഒരേ ഹോട്ടലിൽ വന്നു, ഒരേ റൂമിൽ വന്നു. പിന്നെ അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഒരേ റൂമിലായിരുന്നു. പിന്നെ നിങ്ങളുടെ സൗഹൃദം എങ്ങനെയാണ് തുടങ്ങുന്നത്? അവിടെ വെച്ചായിരുന്നു, മാരിയോട്ടിൽ വെച്ചായിരുന്നു. അവിടെ ഒരു 10-35 മലയാളികൾ ഒന്നിച്ച് ജോലിയായിരുന്നു. 10-35 മലയാളികളുണ്ട്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഉപയോഗിക്കേണ്ടായ ഒരു കാരണം എന്താണ്? അതൊരു പ്രത്യേക ഒരു മനഃപ്പുരസം എന്ന് പറയാ അല്ലേ? അന്ന് മുതൽ ഞങ്ങള് ഒന്നിച്ചു നിമിത്തം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കൂടി നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. സാമാന്യം തെറ്റില്ലാത്ത ശമ്പളമായിരുന്നിരിക്കുമല്ലോ, മോശമില്ലാത്ത ശമ്പളമായിരുന്നു. എന്നിട്ടും എന്ത് ഇങ്ങോട്ടേക്ക്? ഇതന്നെ കുറഞ്ഞുള്ള കാലം നാട്ടിലുള്ള ജനങ്ങളെ സേവിക്കാം, അവർക്ക് കുറച്ച് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ കുറച്ച് പൈസ ആക്കാം എന്ന് ഉദ്ദേശിച്ച നാട്ടിലേക്ക് വന്നു. ഇവിടെ വരുന്നത് ഏത് ഇയറിലാണ്? 2008. അങ്ങനെ ആലുവ റെസ്റ്റോറൻറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അവിടെ വന്നപ്പോൾ അവിടെ അതിനുള്ള സാഹചര്യം ഉള്ള ഒരു പരിസ്ഥിതി അല്ലായിരുന്നു അല്ലേ? അവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും കാറ്ററിങ്ങും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ സ്വന്തമായിട്ട് വിലയ്ക്ക് വാങ്ങിയതാണോ അതോ റെന്റിനെടുത്തതാണ്? ഈ പ്ലേസിൽ തന്നെ എടുക്കാനുള്ള കാരണം എന്താ? താങ്കളുടെ സ്ഥലം ഇവിടെ തൊട്ടടുത്താണ്, ഇവിടെ അല്ല. എന്നിട്ടും ഇവിടെ ഈ പ്രത്യേക സ്ഥലത്ത് ഞങ്ങൾ കുറേ കാലം ഇതിനെക്കുറിച്ച് ഒരു സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇവിടെ എല്ലാം കറങ്ങി നോക്കിയതിന് ശേഷം ഇതൊരു നല്ല ലൊക്കേഷനായി കണ്ടു. ഇതായത് കാസർഗോഡ് ടു മംഗലാപുരം നല്ലൊരു ഹോട്ടല് ഇവിടെ ഇല്ല. ശരിക്കായിട്ട് നമ്മുടെ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും നല്ലൊരു ഹോട്ടൽ ഞങ്ങൾ പഠിച്ചിടത്തോളം കിട്ടിയില്ല. അപ്പൊ നമ്മളങ്ങനെ അന്വേഷണം നടത്തി അങ്ങനെ കിട്ടിയാണ്. ഇവിടെ 2-3 വർഷം ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇത് തുടങ്ങുന്നത് ഇപ്പോൾ ഒരു 6 മാസം. ഒക്ടോബറിലായിരുന്നു ഞങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഇവിടെ തുടങ്ങിയത്. ഞങ്ങൾ ആദ്യം കാറ്ററിംഗിലായിരുന്നു. കാറ്ററിംഗ് 3-3.5 വർഷമായിട്ട് ഞങ്ങളുണ്ട് ടൗണിൽ. ഞങ്ങൾക്ക് ഓഫീസും കാര്യങ്ങളെല്ലാം, റെസ്റ്റോറൻറ്റും സ്ഥാപനങ്ങളും ഇല്ല, ഒരു ഓഫീസും കാര്യങ്ങളായിട്ട്. അപ്പം കാറ്ററിംഗിന് നമുക്ക് പ്രത്യേകിച്ച് ഹോട്ടൽ വേണ്ട. ഹോട്ടൽ ഉള്ളത് നല്ലതാണ്. ഹോട്ടലിന്റെ ആവശ്യമില്ലാണ്ട് കാറ്ററിംഗ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങളാണ് കാറ്ററിംഗ് സാധനങ്ങൾ കൊടുക്കുന്നത്? കാറ്ററിംഗിൽ പാർട്ടികൾ ചെറിയ 50 പേരെ ഓർഡർ, കല്യാണം വരെ ഞങ്ങൾ കാറ്ററിംഗ് ആണ്. എന്തൊക്കെ വിഭവങ്ങളാണ് സാധാരണ കൊടുക്കാറ്? വെജ് നോൺ വെജ് കൊടുക്കാറുണ്ട്. പക്ഷെ കൂടുതലും ബിരിയാണിയാണ് ഇവിടെ കാസർഗോഡ്. അതെ, ചിക്കൻ ഫ്രൈ, ബിരിയാണി, പിന്നെ ബീഫിലൊരു കറി, മട്ടനിലൊരു കറി, പിന്നെ അപ്പങ്ങൾ, പലതരം അപ്പങ്ങൾ, അങ്ങനെയൊക്കെ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഒരു 10-15 ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിൽ പിന്നെ മെയിൻ കോഴ്സ്, സലാഡ്, ഫ്രൂട്ട്സ് ഒക്കെ. അത് ഞാൻ ഫോട്ടോ കണ്ടു. സലാഡൊക്കെ പല രീതിയിൽ ഇവിടെ മുറിച്ചിങ്ങനെ ഒരു ഐസ് മുയൽ പോലെ ഇരിക്കുന്നതാണ്. അത് ഐസ് കാർവിംഗ് എന്ന് പറയും. അത് ഫ്രൂട്ടിന്റെ അതിൽ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ വെജിറ്റബിൾ കാർവിംഗ് ചെയ്യും. ഇത് പിന്നെ ആരാണിത് കിച്ചണിൽ? ഇത് കുക്കാരാണ്. കിച്ചണിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു പാലക്കാട്ടെ കുക്കുണ്ട്. നമ്മളുടെ പാലക്കാട്ട് ഉള്ള 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എറണാകുളം. 30-35 വർഷത്തെ എക്സ്പീരിയൻസ് എറണാകുളം. പിന്നെ ഒരു മദ്രാസിൽ മുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, പൊറോട്ടയാണ്. അവനും ദുബൈയിൽ ഒരു 15 വർഷം ദുബൈയിലുണ്ടായിരുന്നു. തലശ്ശേരി ഹോട്ടലുണ്ടായിരുന്നു ദുബായ്. നമ്മുടെ ഇവിടുത്തെ ഇത് ഞങ്ങളെ ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ ആൾക്കാർ. പിന്നെ വൈകുന്നേരത്തെ ഫാസ്റ്റ് ഫുഡിന് ജാർഖണ്ഡിലെ 5 സ്റ്റാഫുകൾ.
എല്ലാം ടോട്ടൽ എത്ര സ്റ്റാഫുണ്ട്? ഇപ്പോൾ 10 സ്റ്റാഫുണ്ട്. 10 സ്റ്റാഫ്. 10 സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് കൂടെ ചേർത്തിട്ട് പിന്നെ കാറ്ററിംഗിന് 25 പേര് വേറെ. കാറ്ററിംഗിന് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ടിംഗ്? ഞങ്ങൾ ട്രാൻസ്പോർട്ട് 407 ഉണ്ട്, പിന്നെ ഈ ഓമിനി കാർഗോ വണ്ടി മിനി കാറുണ്ട്. ഉണ്ട്. ഇത് അപ്പോൾ ഇതിനകത്ത് കൊണ്ടുപോകാനുള്ളത് എല്ലാം ഇവിടെ പാചകം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ലൊക്കേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ പാചകം ചെയ്ത് അവിടെയും കൊടുക്കാം. അവിടെയും കൊടുക്കും. കല്യാണങ്ങളൊക്കെ ലൊക്കേഷനിൽ പോയി അവിടെ ചെയ്യാം. ഇവിടെ ചെറിയ 100 പേര് 200 പേര് ഓർഡർ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും. വലിയ ഓർഡർ ആണെങ്കിൽ അവിടെ പോയി അവിടെ ചെയ്തു കൊടുക്കും. ഞാൻ അല്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് വേണ്ടി ചോദിക്കുന്നതാണ്. എന്തെങ്കിലും കാറ്ററിംഗ് രംഗത്ത് ഇതുപോലെ ഇത്ര ഓർഡർ അല്ലെങ്കിൽ 150 പേർക്ക് അല്ലെങ്കിൽ 200 പേർക്ക് ഓർഡർ എടുത്തിട്ട് അവിടെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾ ആദ്യം അഡ്വാൻസ് വാങ്ങിക്കുന്നു. അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് ഫംഗ്ഷൻ ഞങ്ങൾ. എന്തായാലും മോശപ്പെട്ട ഇത് കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്നെങ്കിലും? ഇല്ല, എല്ലാം നല്ല അഭിപ്രായം നല്ലത്. പിന്നെ ഫുഡിന്റെ പോരായ്മകള് ചില ഒരാള് പറയണ, അതായത് ഇവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയുന്ന നമ്പർ ഒന്നായിരിക്കും ഗസ്റ്റ് വരുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതലാണ്. അത് പിന്നെ ഇപ്പോൾ ഞങ്ങളത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടുത്തെ കാര്യങ്ങൾ ഒരു ഇത്ര പേരെന്ന് പറയുമ്പോൾ ഇത്ര പേർ കൂടെ കരുതി ഉണ്ടാക്കും എന്നുള്ളൊരു സംഭവം. ഒരു 10-50 പേർ കൂടെ ചിലപ്പോൾ ഒരു 30 പേർക്ക് കൂടെ കൂടുതലുണ്ടാകും. കാരണം കാറ്ററിംഗ് നടത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരായിട്ടും ഉണ്ടാകും. അപ്പോൾ അവർക്കും ഇതൊക്കെ അറിയണമല്ലോ. അതെ, അല്ല അത് അങ്ങനെ അതിൻ്റെ 50 പേരെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു 70 പേര് ഫുഡെങ്കിലും കരുതണം. കാരണം അവർ വിളിച്ച് വരുന്ന ഗസ്റ്റ് അവർക്കും ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അവർക്കും ഉണ്ടാവില്ല. അപ്പം നമ്മളെ സൈഡിൽ നിന്ന് ഫുഡ് ഷോർട്ടായി കഴിഞ്ഞാൽ അത് കാറ്ററിങ്ങിനും ബാധിക്കും, അവർക്കും അതൊരു അതുകൊണ്ട് അത് കണക്കാക്കി തന്നെ ആയിരിക്കും എപ്പോഴും കൊണ്ടുപോകുന്നത്. കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുള്ള ഒരു സംഗതിയാണ് കാറ്ററിംഗ്. അത് ചില ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാറ്ററിംഗ് നല്ല എക്സ്പീരിയൻസ് തന്നെ വേണം. കാറ്ററിങ്ങിനെ കുറിച്ച് വലിയൊരു പാർട്ടി വന്നാൽ എങ്ങനെ മാനേജ് സെർവ് ചെയ്യുന്നുണ്ടോ? മൊത്തം അതായത് ബൊഫേ ഉണ്ട്, സർവീസ് ഉണ്ട്, ടേബിൾ സെറ്റിംഗ് എല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. മൊത്തത്തിൽ ഞങ്ങൾ പുറക്കാർക്കൊന്നും അറിയണ്ട, വീട്ടുകാർക്കൊന്നും അറിയണ്ട. ഒരു കല്യാണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 3 ദിവസം ഞങ്ങൾ അവിടെ നിന്ന് A to Z അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു. അതാണ്. എന്നിട്ട് എന്താ ഫാസ്റ്റ് ഫുഡിലോട്ട് തിരിയാനുള്ള കാരണം? അത് ഞങ്ങൾ കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാറിനോട് ഞാൻ പറഞ്ഞില്ല ആദ്യം, നമ്മൾ കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്രസ്സ് ഇല്ല, ഒരു ലെവലില്ല. അത് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കസ്റ്റമർ വന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അമ്മ ഇവിടുത്തെ ഫുള്ള് പോകണം അങ്ങനെ അന്വേഷിച്ച് കാറ്ററിംഗ് നിങ്ങളുടെ കാറ്ററിംഗ് സർവീസ് ഉണ്ടോ അങ്ങനെ. അതിന് റെസ്റ്റോറൻറ്റ് മസ്റ്റാണ് കാറ്ററിംഗ്. റെസ്റ്റോറൻറ്റ് മസ്റ്റാണ്. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ ഒത്തിരി പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഹൈവേ ആണ് ഇവിടെ പിന്നെ നിർത്താനുള്ള 500 വണ്ടിക്ക് നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. അതേമാതിരി റെസ്റ്റോറൻറ്റും നല്ല സൗകര്യമുണ്ട്, കിച്ചൺ സൗകര്യങ്ങളും വെള്ളത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം. സ്ഥിരമായിട്ട് പാർക്കിങ്ങിന് വേണ്ടി വരുമ്പോൾ പാർക്ക് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പാർക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. പ്രൈവറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യും. പ്രൈവറ്റ് ബസ് പാർക്ക് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ ഹോട്ടലുകളിലും ചെയ്യുന്നതാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കിളിക്കും ഡ്രൈവറിനും നമ്മൾ അല്ലാതെ സെപ്പറേറ്റ് കൊടുക്കണം. ഇവിടെ അങ്ങനെ ചെയ്യില്ല. ഇവിടെ എല്ലാവരും ഫോഴ്സ് ചെയ്തിട്ട് ഒരു ബസ്സിനെ കൊണ്ടുവരില്ല. ബിസിനസ്സിന് അത് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അവിടെ തന്നെ കൊണ്ട് നിർത്തും. കുറേ മുമ്പേ ഒന്ന് വിളിക്കും, അവിടെ ഒന്നും നിർത്തില്ല, തൊട്ടപ്പുറത്താകുമ്പോൾ എല്ലാ സൗകര്യവും ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ കൊണ്ട് നിർത്തിയിട്ട് ഡ്രൈവറിനും കിളിക്കും കുശാൽ. ഞങ്ങൾ ഒരു ബസ്സിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ വന്ന് നിർത്തുന്ന ബസ് മാത്രം. ഒരു ട്രാൻസ്പോർട്ട് കണ്ടക്ടർ പറഞ്ഞത് ഞാൻ എല്ലാ ആഹാരം കഴിഞ്ഞിട്ട് വന്ന് കൈ നീട്ടപ്പെടുത്തേക്ക് സിഗരറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കും, ആ സിഗരറ്റ് വലിച്ച് കത്തിച്ച് വലിച്ച് പോകാം. അത്രയ്ക്ക് എല്ലാ ഫെസിലിറ്റീസും അവർ ചെയ്തു തരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്താറുള്ളൂ. അതൊക്കെ ഒരു ബിസിനസ് നാക്കുകളായിരുന്നു.